അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ മലക്കുകൾ എത്തിയ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത്. തൻ്റെ വീട്ടിൽ അതിഥികളായി എത്തിയവർക്ക് താൻ നൽകിയ ഭക്ഷണം അവർ കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെക്കുറിച്ച് സംശയവും ഭയവും ഉണ്ടായി എന്നും അപ്പോൾ അതിഥികൾ തങ്ങൾ മലക്കുകളാണ് എന്ന് പറഞ്ഞുവെന്നും താങ്കൾ ഭയപ്പെടേണ്ടതില്ല, ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് താങ്കൾക്കും ഭാര്യ സാറയ്ക്കും ഒരു പേരക്കുഞ്ഞും ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളതെന്നും പറഞ്ഞു. ഇക്കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ടായത്തുകളിൽ വന്നത്. ഇനി കുഞ്ഞ് ജനിക്കുന്ന സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 3 ആയത്തുകളിൽ പറയുന്നത്. മകനായിക്കൊണ്ട് ഇസ്ഹാക്കും പൗത്രനായിക്കൊണ്ട് യാക്കൂബും ജനിക്കുമെന്നാണ് മലക്കുകൾ മുഖേന അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചത്. മലക്കുകൾ ഇക്കാര്യം ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് കുഞ്ഞുണ്ടാവുകയോ എന്നവർ അത്ഭുതം പ്രകടിപ്പിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കാൻ എന്തിരിക്കുന്നു എന്ന് മലക്കുകൾ സാറയോട് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് അവൻ നിങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മലക്കുകൾ ഇബ്രാഹിം നബിയുടെ കുടുംബത്തോട് പറയുന്നു. ഇന്ന് പഠിക്കുന്ന 71 മുതൽ 73 വരെയുള്ള 3 ആയത്തുകളിൽ ഇക്കാര്യമാണ് പറയുന്നത്. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. വംറഅതുഹു ഖായിമത്തുൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മലക്കുകൾ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ അപ്പോൾ അവർ മലക്കുകളാണെന്നും ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക് വന്നതാണെന്നും പറഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ഭാര്യ സാറയും അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ അവർ അവിടെ ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഫളഹികത്ത്, അപ്പോൾ അവർ ചിരിച്ചു. സാറ ചിരിച്ചു. എന്തിനാണ് സാറ ചിരിച്ചത് എന്ന് ഇവിടെ പറയുന്നില്ല. അവർ മലക്കുകൾക്ക് ഭക്ഷണം വിളമ്പി അബദ്ധം സംഭവിച്ചു പോയി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചിരിച്ചു പോയതാണോ, അല്ലെങ്കിൽ വന്നത് ശത്രുക്കളല്ല ഉപദ്രവിക്കാനല്ല എന്ന് മനസ്സിലായപ്പോൾ സന്തോഷം കൊണ്ട് ചിരിച്ചതാണോ എന്നൊന്നും ഇവിടെ വ്യക്തമാക്കുന്നില്ല. ഫബശർനാഹ, ആ സമയത്ത് നാം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ സാറയോട് ആ സന്തോഷ വാർത്ത പറഞ്ഞു. ബി ഇസ്ഹാഖ, ഇസ്ഹാക്കിനെ കുറിച്ച്, ഇസ്ഹാക്ക് എന്ന മകൻ ജനിക്കാനിരിക്കുന്നു എന്നതിനെക്കുറിച്ച്. ഒമിൻ വറാഇ ഇസ്ഹാഖ, ഇസ്ഹാക്കിന് പിന്നിൽ, ഇസ്ഹാക്കിന് ശേഷം യാക്കൂബും, ഇസ്ഹാക്കിൻ്റെ മകനായിക്കൊണ്ട് യാക്കൂബും പൗത്രനായി പേരക്കുട്ടിയായി ജനിക്കാൻ പോകുന്നു എന്ന കാര്യവും സന്തോഷ വാർത്ത അറിയിച്ചു. മകനായി ഇസ്ഹാക്കും ഇസ്ഹാക്കിൻ്റെ മകനായി യാക്കൂബും ജനിക്കുമെന്നാണ് മലക്കുകൾ സന്തോഷ വാർത്തയായിക്കൊണ്ട് സാറയോട് പറഞ്ഞത്. മക്കളില്ലാത്ത സാറയ്ക്ക് ഒരു മകൻ ജനിക്കുക എന്നത് സന്തോഷ വാർത്ത തന്നെയായിരുന്നു. മാത്രമല്ല മകനായി ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കും പേരക്കുട്ടിയായി ജനിക്കാൻ പോകുന്ന യാക്കൂബും പ്രവാചകന്മാരാവുമെന്ന കാര്യവും ഇബ്രാഹിം നബിക്കും സാറയ്ക്കും അറിയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് കൂടുതൽ സന്തോഷമുള്ള വാർത്തയാവുന്നു. പക്ഷേ സാറ മലക്കുകളോട് ചോദിച്ചു. ഖാലത് യാ വൈലതാ അലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖൻ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. ഖാലത്ത്, അവൾ ചോദിച്ചു, യാ വൈലത, എൻ്റെ കഷ്ടമേ, എന്തൊരു അത്ഭുതമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അറബികൾ ഈ പദം ഉപയോഗിക്കുന്നത്. എന്തൊരു അത്ഭുതമാണിത്. അലിദു, ഞാൻ പ്രസവിക്കുകയോ, അന അജൂസുൻ, ഞാൻ വൃദ്ധയായിരിക്കെ. അജസ എന്നാൽ ദുർബലമായി എന്നാണ്. അജൂസ് എന്നത് പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകൾക്കാണ് പറയുക. സാറ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഞാൻ വൃദ്ധയായിരിക്കുന്നു, ഞാൻ പ്രസവിക്കുകയോ? മാത്രമല്ല വഹാദ ബഅലി ഷെയ്ഖൻ, ഇതാ എൻ്റെ ഭർത്താവ്, അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. ഷെയ്ഖ് എന്ന പദം വാർദ്ധക്യത്തിലെത്തിയവൻ എന്ന അർത്ഥത്തിലാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിക്കും ഭാര്യ സാറയ്ക്കും പ്രായം ചെന്ന സമയത്താണ് കുട്ടിയുണ്ടാവുമെന്ന വാർത്ത അറിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാറ പറയുകയാണ്, ഇന്ന ഹാദാ ലശൈഉൻ അജീബ്,
ഇതൊരു അത്ഭുതമുള്ള കാര്യം തന്നെയാണല്ലോ. ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ് റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. ഖാലു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ അത്ഭുതപ്പെടുകയാണോ? സാറയുടെ അത്ഭുതം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മലക്കുകൾ അവരോട് പറയുന്നത്. എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനായ അള്ളാഹുവിന് സാധിക്കാത്തതായി ഒന്നുമില്ലല്ലോ. എന്നിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ അത്ഭുതം പ്രകടിപ്പിക്കുകയാണോ എന്ന് മലക്കുകൾ സാറയോട് ചോദിക്കുന്നു. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ട്. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഉണ്ട്. അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, ഇബ്രാഹീമിൻ്റെ വീട്ടുകാരെ. ഇന്നഹു ഹമീദും മജീദ്, തീർച്ചയായും അവൻ അള്ളാഹു സ്തുതി അർഹിക്കുന്നവനും അത്യുന്നതനുമാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ ഹംദ്, സ്തുതി അർഹിക്കുന്നവൻ. മജീദ് എന്നാൽ മജിദ്, ഔന്നിത്യം അർഹിക്കുന്നവൻ. തുടർന്ന് ലൂത്ത് നബിയുടെ സമുദായത്തിന് ശിക്ഷ ഇറക്കുന്നതിനെക്കുറിച്ച് ഇബ്രാഹിം നബിയും മലക്കുകളും തമ്മിലുള്ള സംഭാഷണമാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.